വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന ഹോമിയോ ആശുപത്രിയുടെ ശിലാസ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. ഇലഞ്ഞിക്കൽ ഡോക്ടർ ജോസും കുടുംബവും സംഭാവനയായി നൽകിയ സ്ഥലത്ത് എം.പി. ഡീൻ കുര്യാക്കോസിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നിന്നും തുക ചെലവഴിച്ചാണ് ഹോമിയോ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശിയുടെ അധ്യക്ഷതയിലാണ് ഹോമിയോ ആശുപത്രിയുടെ ശിലാസ്ഥാപനം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചത്. അദ്ദേഹത്തിന്റെ ഫണ്ട് നമുക്ക് ലഭ്യമായി, അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ടെൻഡർ നടപടിയായി. അപ്പൊ അത് തികയില്ല എന്നതിന്റെ ബാക്കി എസ്റ്റിമേറ്റ് എടുത്തു നമുക്ക് പൈസ തികയാത്ത സാഹചര്യം ഉണ്ടായി. പഞ്ചായത്തിന് അതിന്റെ പൈസ കൂടി വെക്കണമെന്ന് അന്നേരം DPO, ജില്ലാ പ്ലാനിംഗ് ഓഫീസറും ബഹുമാനപ്പെട്ട കളക്ടറും ഒക്കെ ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ അതിനാവശ്യമായ ഫണ്ട് കൂടി പഞ്ചായത്തിന് വകയിരുത്തിക്കൊണ്ടാണ് നമ്മുടെ ആശുപത്രി പണി ഇന്ന് നിർമ്മാണോദ്ഘാടനം നടത്തി വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ഇതിന്റെ പണി നമ്മൾ ആരംഭിക്കുകയാണ്. ഒരു 6 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കോഴിപ്പിള്ളിയിലെ ഇലഞ്ഞിക്കൽ ഡോക്ടർ ജോസും കുടുംബവും സംഭാവനയായി നൽകിയ 5 സെന്റ് സ്ഥലത്ത് ഇടുക്കി എം.പി. ഡീൻ കുര്യാക്കോസിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 12 ലക്ഷം രൂപയും പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപയും ചേർത്താണ് ഹോമിയോ ആശുപത്രി നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു വർഷം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടാണ് ഇപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ 30 ലക്ഷം രൂപ. കിട്ടിയത് 30 ലക്ഷം രൂപ അത് ഈ റോഡിലേക്ക് വെച്ചു. കാരണം നമുക്ക് ഈ നാട്ടില് വികസനം, ഒരു നാടിന്റെ ഭരണാധികാരികള് നാടിന്റെ വികസനത്തിനായിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ, ജനങ്ങൾ അത് ആഗ്രഹിക്കുമ്പോൾ ആ നാട്ടില് വികസനം കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് വലിയൊരു ആവേശകരമായ അനുഭവമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K.M. സെയ്ദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M.S. ബെന്നി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ യോഹന്നാൻ, P.P. കുട്ടൻ, K.K. ഹുസൈൻ, ഷജി ബെസി, കോഴിപ്പള്ളി സൊസൈറ്റി പ്രസിഡന്റ് ഹാൻസി പോൾ, ഫാദർ ജോസ് ഏഴാനിക്കാട്ട്, സിസ്റ്റർ ആൻസിലിൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.